Hello, welcome to CUT Tutorium, Kerala's #1 platform for CUT test taking. This is Gayatri Jaykumar, and in this video we're going to look at grammatical elements. So, ഇവിടെ ഈ question നോക്കൂ. The question is, ഈ ഒരു phrase, തന്നിരിക്കുന്ന ഈ ഒരു phrase എന്ത് grammatical function ആണ് ഉള്ളതെന്നാണ്. Such as burning fossil fuels and clearing forests. 4 options ഉണ്ട്. There is subject, object, predicate and adverbial phrase. So ഈ 4 functionsൽ ഏത് ഫംഗ്ഷനാണ് such as burning fossil fuels and clearing forests ഈ കൊടുത്തിരിക്കുന്ന സെൻറ്റൻസിൽ പ്ലേ ചെയ്യുന്നതാണ് ക്വസ്റ്റ്യൻ. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഈ ഒരു ഓപ്ഷൻസ് എല്ലാം ഒന്ന് നോക്കാം. ഈ സബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ ഒരു സെൻറ്റൻസിൽ ആരാണോ ആക്ഷൻ ചെയ്യുന്നത് അതാണ് നമ്മൾ സബ്ജക്റ്റ് എന്ന് പറയുന്നത്. എന്തിനോടാണോ ആക്ഷൻ ചെയ്യുന്നത് അല്ലെങ്കിൽ ആരോടാണോ ആക്ഷൻ ചെയ്യുന്നത് അതാണ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഐ ഈറ്റ് എ കേക്ക്. ഐ എന്ന് പറയുന്നത് സബ്ജക്റ്റും കേക്ക് എന്ന് പറയുന്ന ഒബ്ജക്റ്റുമാണ്. ബേസിക് സെൻറ്റൻസ് സ്ട്രക്ചർ റൂൾസ് ആണ് ഇതൊക്കെ അല്ലേ. അപ്പോൾ ഇതിൽ സബ്ജക്റ്റും അല്ല ഒബ്ജക്റ്റും അല്ല ഈ ഒരു സെൻറ്റൻസിൽ സച്ച് ആസ് ബേണിംഗ് ഫോസിൽ ഫ്യൂൽസ് ആൻഡ് ക്ലിയറിംഗ് ഫോറസ്റ്റ് എന്നുള്ളത്. സോ പ്രെഡിക്കേറ്റ് എന്താണ്? നമ്മളൊരു സെൻറ്റൻസ് എടുക്കുമ്പോൾ അതിന് വേർബ് ഇൻക്ലൂഡ് ചെയ്ത് വരുന്ന എല്ലാ ഫ്രേസിലും അത് നൗൺ മാറിക്കഴിഞ്ഞ് ബാക്കിയെല്ലാം വരുന്നതാണ് പ്രെഡിക്കേറ്റ് എന്ന് പറയുന്നത്. വേർബ് ഫ്രേസ് എന്ന് അതിന് പറയാറുണ്ട്. സോ ഇവിടെ അല്ലെങ്കിൽ ഈ ഒരു സെൻറ്റൻസ് ഞാൻ പറഞ്ഞ സെൻറ്റൻസിനകത്ത് തന്നെ ഐ എയ്റ്റ് കേക്ക് എന്ന് പറയുമ്പം എയ്റ്റ് കഴിഞ്ഞ് ബാക്കിയുള്ളതെല്ലാം ആ ഒരു വേർബ് ഫ്രേസ് അല്ലെങ്കിൽ പ്രെഡിക്കേറ്റ് ആയിട്ട് പോകും. അപ്പം എയ്റ്റ് കേക്ക് എല്ലാം ആ വഴിക്ക് അങ്ങ് പോകും. അതെല്ലാം പ്രെഡിക്കേറ്റ് ആണ്. ആഡ്വേർബിയൽ ഫ്രേസ് എന്താണ്? ആഡ്വേർബ്സിൻ്റെ ബേസിക് ഐഡിയ എന്താണ്? നമ്മളൊരു വേർബ് പറയുമ്പോൾ അതിനെ മോഡിഫൈ ചെയ്യാൻ ഉപയോഗിക്കുന്ന വേർഡ്സ് ആണ് ആഡ്വേർബ്സ് എന്ന് പറയുന്നത്. സോ ഫോർ എക്സാമ്പിൾ ഇഫ് ഐ സേ ദാറ്റ് ഹീ റാൻ ഫാസ്റ്റ്, അതിൽ എങ്ങനെയാണോ ആ ആക്ഷൻ ചെയ്തത്, റണ്ണിങ് എന്നുള്ളതാണ് അല്ലെങ്കിൽ റാൻ എന്നുള്ളതാണ് അവിടെ ആക്ഷൻ, അതെങ്ങനെയാണ് ചെയ്തത്? ഫാസ്റ്റ്. സോ ആ ഫാസ്റ്റ് എന്നുള്ളതാണ് ഈ വേർബിന് നമ്മൾ എക്സ്ട്രാ ഇൻഫർമേഷൻ കൊടുക്കുന്നത്. നമ്മൾ ഒരു ആഡ്ജക്റ്റീവ് ഒരു നൗണിനെ എങ്ങനെയാണോ കൂടുതൽ ഇൻഫർമേഷൻ കൊടുത്ത് അതിനെ റെഡി ആക്കുന്നത്. ഫോർ എക്സാമ്പിൾ ദ റെഡ് ഹാറ്റ്. അതുപോലെ തന്നെയാണ് ഒരു ആഡ്വേർബ് വേർബിനെ ഹെൽപ്പ് ചെയ്യുന്നത് കൂടുതൽ ഇൻഫർമേഷൻ ആ ആക്ഷനെ കുറിച്ച് പറയാൻ. സോ ഇവിടെ സച്ച് ആസ് ബേണിംഗ് ഫോസിൽ ഫ്യൂൽസ് ആൻഡ് ക്ലിയറിംഗ് ഫോറസ്റ്റ് എന്നുള്ള ഫ്രേസ് ഒരു ആഡ്വേർബിയൽ ഫ്രേസ് ആയിട്ടാണ് ഫങ്ഷൻ ചെയ്യുന്നത്. ഏത് വേർബിന്? വിൽ ചേഞ്ച്. ആ സെൻറ്റൻസിനകത്ത് വിൽ ചേഞ്ച് എന്ന് പറയുന്നില്ലേ, ആ വിൽ ചേഞ്ച് എന്നുള്ള വേർബിന് ഒരു ആഡ്വേർബിയൽ ഫ്രേസ് ആയിട്ടാണ് ഈ ഒരു ഫ്രേസ് ഫങ്ഷൻ ചെയ്യുന്നത്. സോ ആൻസർ ഇസ് ഡി. കാരണം അത് ആ വിൽ ചേഞ്ച് എന്നുള്ളതിനുള്ള എക്സാക്റ്റ് ആയിട്ടുള്ള ഒരു ആൻസർ കൊടുക്കുകയാണ്. ഈ എക്സാക്റ്റുള്ള ആൻസർ എങ്ങനെയാണെന്നറിയോ? അത് ഈ ക്വസ്റ്റ്യൻസ്, അതായത് ഹൂ, വെൻ, വാട്ട്, വെയർ, വൈ, ഹൗ, ഇങ്ങനത്തെ WH ക്വസ്റ്റ്യൻസിൽ ഏതെങ്കിലും ആൻസർ ചെയ്യുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് എൻ ആഡ്വേർബ് ഫോർ എ വേർബ്. അതുപോലെ തന്നെ നൗണിന് നമ്മൾ ആഡ്ജക്റ്റീവ് പറയുന്ന പോലെ തന്നെയാണ് വേർബിന് ആഡ്വേർബ്. സോ ഈ ഒരു ഹൂ, വെൻ, വാട്ട്, വെയർ, വൈ ഓർ ഹൗ എന്നുള്ള ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് എൻ ആഡ്വേർബ്. സോ ഇവിടെ ആ ഒരു ആൻസറാണ് സച്ച് ആസ് ബേണിംഗ് ഫോസിൽ ഫ്യൂൽസ് ആൻഡ് ക്ലിയറിംഗ് ഫോറസ്റ്റ് എന്നുള്ളത് വിൽ ചേഞ്ച് എന്നുള്ള ഐഡിയയ്ക്ക് തരുന്നത് അല്ലെങ്കിൽ ആ ഒരു വേർബിന് തരുന്നത്. സോ ദാറ്റ് ഇസ് എൻ ആഡ്വേർബിയൽ ഫ്രേസ്. So I hope this is clear to you. If at all any doubts, do drop in the comments and we'll be happy to help. So happy learning. Bye and take care.